അമ്മയുടെ ഉദരത്തിൽ ബത്ലഹേമിലെത്തിയ തിരുഹൃദയം ഓരോ വാതിലിനു മുൻപിലും മുട്ടി വിളിച്ചു ചോദിച്ചു, ഇടമുണ്ടോ പിറക്കാൻ? ഇടം തേടി അലയുന്ന ഹൃദയമാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, ഞാൻ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്. ബത്ലഹേമിൽ തുടങ്ങിയ ആ മുട്ടിവിളി വെളിപാടിലും അവസാനിച്ചിട്ടില്ല, ഇന്നും അവസാനിച്ചിട്ടില്ല. നിന്റെയും എന്റെയും ഹൃദയ കവാടത്തിന് മുൻപിൽ അവിടുന്ന് ആ ഹൃദയം വന്ന് മുട്ടി വിളിച്ചിട്ട് മുട്ടിയിട്ട് ചോദിക്കും, ഇടമുണ്ടോ പിറക്കാൻ? പെട്ടത് ഇടമില്ല എന്ന് പറഞ്ഞ്, സ്ഥലമില്ല എന്ന് പറഞ്ഞ്, സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കപ്പെട്ടത് ആ ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആ ദുരവസ്ഥയെ നിനക്കിവിടെ ഇടമില്ല എന്ന് പറഞ്ഞ്, പോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റപ്പെട്ടപ്പോ കൊട്ടിയടക്കപ്പെടുന്നത് നിസ്സഹായതയോടുകൂടെ കണ്ടുനിന്ന ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. കൊട്ടിയടച്ചവനെ, തള്ളിമാറ്റിയവനെ ശപിക്കാതെ അടുത്തിടത്തേക്ക് പോയിട്ട് അവൻ വീണ്ടും മുട്ടി, ഇടമുണ്ട് പിറക്കാൻ. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ആ ഹൃദയം പിറന്നു വീണു. ആ ഹൃദയം പിറന്നു വീണ ഹൃദയം മനുഷ്യരുടെ ആരാധന സ്വീകരിച്ച ഹൃദയമാണ്. പിറന്നു വീണ ഈ ഹൃദയത്തെ ആരാധിക്കാൻ പാവപ്പെട്ട മനുഷ്യര് വന്നപ്പോ തന്നെ ആരാധിക്കാൻ അവരെ അനുവദിച്ച ഹൃദയമാണ്. സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ഒരാൾ നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോ അയാളെ നിങ്ങൾ സ്നേഹിക്കാൻ അനുവദിക്കുമോ? നിങ്ങൾ എന്നെ സഹായിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞു പോലും വാതിലടക്കുന്നവരുണ്ട്, കൊട്ടിയടക്കുന്നവരുണ്ട്. ഈശോയുടെ തിരുഹൃദയം തന്റെ അടുക്കലേക്ക് വന്ന ആട്ടിടയർക്ക് ആരാധിക്കാൻ വേണ്ടി തുറന്നു വെച്ചു കൊടുത്തു. ജ്ഞാനികൾക്ക് ആരാധിക്കാൻ വേണ്ടി ആ ഹൃദയം തുറന്നു വെച്ചു കൊടുത്തു. അതാണ് പ്രിയപ്പെട്ടവരെ ബത്ലഹേമിലെ തിരുഹൃദയം എന്ന് പറയുന്നത്. ആരാധിക്കപ്പെടാൻ തന്നെ തുറന്നു വെച്ചു കൊടുത്ത ഹൃദയം, കൊട്ടിയടക്കപ്പെട്ട വാതിലുകളോട് പരിഭവമില്ലാത്ത ഹൃദയം, കിട്ടിയ ഇടത്തെ, കാലിത്തൊഴുത്തിനെ സ്വർഗമാക്കി മാറ്റിയ ഹൃദയം. നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, വെയിലുകൊള്ളുന്നവര്, വേർക്കുന്നവര്, നടുവടിക്കുന്നവര്, നമുക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നുറുങ്ങുന്നവരെ വീണ്ടും നുറുക്കുന്നവരാണോ നമ്മള്? നുറുങ്ങി ഒന്നുമില്ലാതെയായി. തിരുഹൃദയം തനിക്ക് വേണ്ടി നുറുങ്ങിയവർക്ക് വേണ്ടി നുറുങ്ങുന്ന ഹൃദയമായി.